നമസ്കാരം. ധനുഷ് പി എസ് സി ടിപ്സിലേക്ക് സ്വാഗതം. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ 154/2023 ക്വസ്റ്റ്യൻ പേപ്പർ കോഡുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ വരുന്ന അടുത്ത ദിവസം നടക്കാൻ പോകുന്ന LDCക്കും ഒക്കെ നമുക്ക് കണ്ടൻറ്റ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം, വേഗത്തിൽ തന്നെ നോക്കാം. വേഗം പറഞ്ഞു പോകുന്നുണ്ട്. ഒരു 50 അബോവ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, 2022 IPL മെഗാ താരലേലത്തിൽ മലയാളി താരം ബേസിൽ തമ്പിയെ സ്വന്തമാക്കിയ ടീം ഏതാണ്? മുംബൈ ഇന്ത്യൻസ് ആണ്. ബേസിൽ തമ്പിയെ സ്വന്തമാക്കിയ ടീം മുംബൈ ഇന്ത്യൻസ് ആണ്. കൊച്ചി മംഗളൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതി കൊച്ചി മംഗളൂരു ആണ്. കൊച്ചി മംഗളൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ ഉദ്ഘാടനം ചെയ്ത ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2021 മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹമായ സിനിമ ഏതാണ്? ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. കേരളത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേര് എന്താണ്? സമന്വയ പദ്ധതി. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് കൊടുക്കുന്ന തുടർ വിദ്യാഭ്യാസം എന്തിനു വേണ്ടിയാണ്? വിദ്യാഭ്യാസത്തിന് വേണ്ടി അവസരമൊരുക്കാൻ വേണ്ടി അല്ലേ ഉണ്ടാക്കിയ പദ്ധതി എന്താണ്? സമന്വയാണ് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഓർത്തൊരുക്കുക. 2020 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ നോവൽ ഏതാണ്? അടിയാള പ്രേതം. കുടുംബശ്രീ ഉൽപ്പന്നമായ അമൃതം ന്യൂട്രി മിക്സിന് 2022 ലഭിച്ച അവാർഡ് ഏതാണ്? ഗ്ലെൻമാർക്ക് ന്യൂട്രീഷൻ അവാർഡ്. നെക്സ്റ്റ് നോക്കാം. രണ്ടാം പിണറായി വിജയൻ സർക്കാരിലെ സംസ്കാര വകുപ്പ് മന്ത്രി ആരാണ്? അല്ലേ, മന്ത്രിമാരെയൊക്കെ ഓർത്തു വെച്ചേക്കാം. സംസ്കാര വകുപ്പ് മന്ത്രി ആരാണ്? ഇവിടെ ശ്രീ സജി ചെറിയാനാണ്. സംസ്കാര വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനാണ്. കോവിഡ് കാലത്ത് സാങ്കേതിക സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി വിക്ടേഴ്സ് ചാനൽ വഴിയും ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയും ക്ലാസുകൾ വീട്ടിലെത്തിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഫസ്റ്റ് ബെൽ എന്നാണ്. എന്താണത്? ഫസ്റ്റ് ബെൽ അല്ലേ. ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയും ക്ലാസ് വീട്ടിനുള്ളിൽ പ്രവേശിച്ചത് എങ്ങനെയാണ്? ഫസ്റ്റ് ബെൽ എന്ന പ്രോഗ്രാമായിരുന്നു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും 2022 വിക്ഷേപിച്ച PSLV-C 52 റോക്കറ്റ് അത് 3 ഉപഗ്രഹങ്ങളിലെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? EOS 04 ആണ്. ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ഏത്? EOS 04 എന്നുകൂടി മനസ്സിലാക്കി വെച്ചേക്കുക. PSLV-C 52 ആണ്. PSLV-C 52 ആണത്. എന്താണ്? ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. EOS 04 എന്ന് ഓർത്ത് വയ്ക്കുക. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രം. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ആദ്യമായി കൊച്ചി മുസിരിസ് ബിനാലെ നടന്ന വർഷം ഏതാണ്? 2012. കൊച്ചി മുസിരിസ് ബിനാലെ 2012. ഇന്ത്യയിലെ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദിയായ ടീസ്റ്റ ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? സിക്കിം ആൻഡ് പശ്ചിമ ബംഗാൾ. ടീസ്റ്റ നദി ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദി ഏതാണ്? ടീസ്റ്റ നദിയാണ്. സിക്കിം ആൻഡ് പശ്ചിമ ബംഗാളിലൂടെ ഒഴുകുന്നു. പശ്ചിമ ബംഗാൾ. നെക്സ്റ്റ്, ഉത്തരായണ രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏത്? കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉത്തരായണ രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഇവിടെ ഏതാണ്? മണിപ്പൂരാണ്. മധ്യപ്രദേശ്, ഗുജറാത്ത്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ എന്താണ്? ഉത്തരായണ രേഖ കടന്നു പോകുന്നു അല്ലേ. നെക്സ്റ്റ് വൺ, നാഗ്പൂർ പ്ലാൻ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? നാഗ്പൂർ പ്ലാൻ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവന. അതായത് റോഡിൻ്റെ സാന്ദ്രത 16 km/100 സ്ക്വയർ കിലോമീറ്റർ എന്ന ലക്ഷ്യം കൈവരിക്കാൻ ആദ്യത്തെ 20 വർഷ വികസന പദ്ധതിയാണെന്ത്? നാഗ്പൂർ പ്ലാൻ. ആദ്യത്തെ 20 വർഷ വികസന പദ്ധതിയാണ് നാഗ്പൂർ പ്ലാൻ. റോഡിനെ സംബന്ധിക്കുന്നതാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കണം. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ പ്രധാന വ്യവസായ മേഖലയിൽ ഉൾപ്പെടാത്ത പ്രദേശം ഏതാണ്? അംബാല, അമൃത്സർ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കാർബൺ ന്യൂട്രൽ വില്ലേജ് വയനാടാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാർബൺ ന്യൂട്രൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വയനാടാണ്. ദേശീയ ജലപാത 2 NW2 സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ആൻസർ എന്താണ്? 2ഉം 4ഉം എന്താണ്? 2 and 4 NW2 സംബന്ധിക്കുന്നുണ്ട്. 2 and 4
ഏതൊക്കെയാണത്? സാദിയ മുതൽ ധുബ്രി വരെ NW2, സാദിയ മുതൽ NW2 സാദിയ മുതൽ ധുബ്രി വരെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്നു. സാദിയ ധുബ്രി, ഇന്ത്യ ബംഗ്ലാദേശ്, ഏതാണ്? NW2 ആണ്. നെക്സ്റ്റ്, ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങൾ പങ്കെടുക്കുന്നു? ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങൾ പങ്കെടുക്കുന്നു? ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ ഇന്ത്യയെ കൂടാതെ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലുണ്ട്. നെക്സ്റ്റ് വൺ, ഊർജായനം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെൻറ്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത് ഏതാണ്? ഊർജായനം പദ്ധതിയുടെ ഭാഗമായി ഏതൊക്കെയാണത്? പീലിക്കോടാണ് ഫിലമെൻറ്റ് ബൾബ് ഫ്രീ ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെൻറ്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത് ഏതാണ്? പീലിക്കോടാണ് ഊർജായനം പദ്ധതി. നെക്സ്റ്റ്, ഫൂട്ട് ലൂസ് വ്യവസായങ്ങളെ സംബന്ധിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ഫൂട്ട് ലൂസ്, അതായത് 2ഉം 4ഉമാണ് പറയില്ലേ, 2ഉം 4 ഫൂട്ട് ലോസ്. വ്യവസായ സ്ഥാനീയ ഘടകങ്ങൾ കൂടുതലായി ബാധിക്കുന്നില്ല, പരിസ്ഥിതി സൗഹാർദ്ദ വ്യവസായമാണ്. ഫൂട്ട് ലോസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? വ്യവസായ സ്ഥാനീയ ഘടകങ്ങൾ കൂടുതലായി ബാധിക്കുന്നില്ല, പരിസ്ഥിതി സൗഹൃദ വ്യവസായമാണെന്ത്? ഫൂട്ട് ലോസ്. നെക്സ്റ്റ് വരുന്നത്, ഇന്ത്യ വിക്ഷേപിച്ച EO-04 എന്ന ഉപഗ്രഹത്തെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? തെറ്റായ പ്രസ്താവന ഇതാണ്. ബാക്കി നോക്കാം. PSLV-C-52 എന്ന വാഹനമാണ് ഇതിൻ്റെ വിക്ഷേപണത്തിന് ഉപയോഗിച്ചത്, അല്ലേ? EO-04 ആണ്. EO-04 PSLV-C-52 ആണ്. ഇതൊരു റഡാർ ഇമേജിംഗ് ഉപഗ്രഹമാണ്, അല്ലേ? റഡാർ ഇമേജിംഗ് ഉപഗ്രഹമാണ്. ഇത് ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്, അല്ലേ? നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ EO-04ൻ്റെത് ഇപ്പോൾ നമുക്ക് ആദ്യത്തെ L1 കുറിച്ചായിരിക്കും പഠിക്കാനുള്ളൂ, അല്ലേ? അത് EO-04 മനസ്സിലാക്കി വെച്ചേക്കാം. ഇന്ത്യൻ ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ആന. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എപ്പോഴാണ്? 2005. മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏത് ഭേദഗതി അനുസരിച്ചിട്ടാണ്? മൗലിക കർത്തവ്യങ്ങൾ ഏത് വഴിയാണ്? 42ാം ഭേദഗതി വഴിയാണ്, അല്ലേ? താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധമില്ലാത്തത് ഏതെല്ലാമാണ്? ബന്ധമില്ലാത്ത ഏതൊക്കെയാണ്? 2ഉം 3ഉമാണ് പറയില്ലേ, ബന്ധമില്ലാത്തത്. ബാക്കി മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ വരുന്നു. 3ാം ഭാഗമാണ് അവകാശത്തിൽ വരിക. ഇന്ത്യൻ ഭരണഘടനയിൽ 6 വിധത്തിലുള്ള മൗലികാവകാശങ്ങൾ ഉണ്ടെന്ന് കൂടി ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ്, അറിയാമല്ലോ. ദേശീയ പതാകയെ ബന്ധമില്ലാത്തത് ഏതാണ്, അല്ലേ? അത് അറിയില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ദേശീയ പതാകയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഇവിടെ കുങ്കുമം, പച്ച, വെള്ള എന്നീ നിറങ്ങളുണ്ടല്ലേ, അതിനുണ്ട്. ബന്ധമില്ലാത്ത ഏതാണ്? ഇതാണ് ആൻസർ. ഒക്കെ നമുക്കില്ലാത്ത നോക്കാം. കുങ്കുമം, വെള്ള, പച്ച നിറമുണ്ട്. 3:2 അനുപാതമാണ് ഉള്ളത്. പിന്നെ പിംഗലി വെങ്കയ്യാണ് ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. അപ്പോൾ 3:2 അനുപാതമാണ്. പിംഗലി വെങ്കയ്യാണ്. കുങ്കുമം, വെള്ള, പച്ച എന്നിവയാണ് അതിൻ്റെ നിറങ്ങൾ. ദേശീയ ഗാനം അംഗീകരിച്ചത് എപ്പോഴാണ്? 1950 ജനുവരി 24, അല്ലേ? 24-ന് 26-ന് നമുക്ക് റിപ്പബ്ലിക്കായി. അപ്പോൾ അതിന് കൊടി ഉയർത്തണ്ടേ? അപ്പോൾ 2 ദിവസം മുന്നേ തന്നെ എന്ത് ചെയ്തു? ഇന്ത്യൻ ദേശീയ ഗാനം, അല്ലേ? അപ്പോൾ ജനഗണമന പാടാറുണ്ട്. ഇന്ത്യൻ ദേശീയ ഗാനം അപ്പോൾ അതിന് മുന്നേ 2 ദിവസം മുന്നേ അംഗീകരിച്ചു, അല്ലേ? സോ 1950 ജനുവരി 24-ന് ദേശീയ ഗാനം അംഗീകരിച്ചു. 26-ന് നമ്മളത് പാടുകയും ചെയ്തു, അല്ലേ? നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിംഗ്, അല്ലേ? താൽക്കാലിക എന്ന് ഓർക്കുമ്പോൾ എന്തോർക്കണം? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ എന്ന് ഓർക്കുക. ഇനി ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അരയസമാന സ്ഥാപകൻ പണ്ഡിറ്റ് കറുപ്പനാണ്. കുറിച്യകലാപത്തിൻ്റെ നേതാവ് നാരായണ നമ്പിയാണ്. അറിയാതൊക്കെ. കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനം പ്രത്യക്ഷരക്ഷാ ദൈവസഭ, അല്ലേ? കുമാരഗുരുദേവൻ പ്രത്യക്ഷരക്ഷാ ദൈവസഭ, കുമാരരക്ഷാ ദൈവസഭ. നെക്സ്റ്റ്, കീഴരിയൂർ ബോംബ് കേസ് ബന്ധപ്പെട്ട നേതാവ് ആരാണ്? കീഴരിയൂർ ബോംബ് കേസ് ഡോക്ടർ KB മേനോനാണ്. കീഴരിയൂർ ബോംബ് കേസ് KB മേനോൻ കേട്ടോ. ചട്ടമ്പിസ്വാമിയുടെ ആദ്യ പ്രധാന കൃതി ഏതാണ്? പ്രാചീന മലയാളം. പ്രധാന കൃതി ഏതാണ്? ഇവിടെ നോക്കുമ്പോൾ പ്രധാന കൃതി പ്രാചീന മലയാളം. കുണ്ടറ വിളംബരം നടത്തിയ വർഷം 1809. കല്ലുമാല സ്മൃതി നയിച്ചാരാണ്? അയ്യങ്കാളി, അല്ലേ? കഴിഞ്ഞ ദിവസം എന്താണ്? അയ്യങ്കാളി ജയന്തി, അല്ല? അപ്പോൾ കല്ലുമാല സമരം നയിച്ചാരാണ്? അയ്യങ്കാളി. മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ഏത് ഉടമ്പടിയുടെ പ്രകാരമാണ് ലഭിച്ചത്? മലബാർ ബ്രിട്ടീഷുകാർക്ക് ഏത് ഉടമ്പടി പ്രകാരമാണ് ലഭിച്ചിരിക്കുന്നത്? ഏതാണ്? ശ്രീരംഗപട്ടണ ഉടമ്പടിയാണ്, അല്ലേ?
വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണജാതിക്ക് നേതൃത്വം കൊടുത്ത ആരാണ്? മന്നത്ത് പത്മനാഭൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ സർവ്വമത സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? ആലുവയാണ്. 1987 വിപ്ലവം കാൺപൂരിൽ നയിച്ചതാണ്. കാൺപൂരിൽ നാനാ സാഹിബാണ്. കാൺപൂരിൽ നാനാ സാഹിബ് ഇല്ല. ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊലയെ സംബന്ധിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ അല്ലേ, ഹണ്ടർ കമ്മീഷൻ. കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണ് പ്രഖ്യാപിച്ച സമ്മേളനം ലാഹോർ സമ്മേളനം. പൂർണ്ണ സ്വരാജ് ലാഹോർ സമ്മേളനം. വിക് സത്യാഗ്രഹത്തിനായി തിരഞ്ഞെടുത്തത് ആരെയാണ്? വിനോബ ഭാവെ അല്ലേ. ആര് തിരഞ്ഞെടുത്തു എന്നൊക്കെ അറിയാവോ? ആര് തിരഞ്ഞെടുത്തേക്കുന്നത് അല്ലേ? ഗാന്ധിജി തിരഞ്ഞെടുത്തത് വിനോബ ഭാവെയായിരുന്നു. സെക്കൻഡ് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റുവിനെ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്ന ശുപാർശ ചെയ്ത കമ്മീഷൻ ഫസൽ അലി കമ്മീഷൻ അല്ലേ. ഈ ക്വസ്റ്റ്യൻ ശരിക്കും പറഞ്ഞാൽ ഡിലീറ്റ് ആക്കേണ്ടതാണ്, പോയിട്ടില്ല. പക്ഷേ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? ഫസൽ അലി കമ്മീഷൻ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? ഫസൽ അലി കമ്മീഷൻ കേട്ടോ. ഫസൽ അലി കമ്മീഷനാണ്. ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരമാണ്. നിരാഹാര സമരം ആദ്യമായി ഇന്ത്യയിൽ നടന്ന നിരാഹാര അഹമ്മദാബാദ് മിൽ സമരം. അഹമ്മദാബാദ് മിൽ സമരം അല്ലേ. ഇവിടെ ഹായ് ഉണ്ടെന്നെങ്കിലും ഓർത്ത് വെച്ചോ കേട്ടോ. ആദ്യത്തെ നിരാഹാര സമരം അഹമ്മദാബാദ് മിൽ സമരം അല്ലേ. നമ്മൾ മില്ലെന്നൊക്കെ ആകുമ്പോൾ അവിടെ നിരാകരിക്കുമോ എന്നൊക്കെ തോന്നിപ്പോവും. പക്ഷേ അഹമ്മദാബാദ് എന്ന് ഓർക്കുക, നിരാഹാര സമരം ഫസ്റ്റ് നിരാഹാരമാണ് നടത്തുന്നത് അവിടെ. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്നത് പറഞ്ഞാരാണ്? സുഭാഷ് ചന്ദ്രബോസ് അല്ലേ. ഭയങ്കര പ്രൗഢിയോടുകൂടി എന്ന് പറഞ്ഞു, രക്തം തരൂ അല്ലേ, ഞാൻ സ്വാതന്ത്ര്യം തരാമെന്ന് പറഞ്ഞ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞു. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുവാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി ആരാണ് അല്ലേ? ആരാണിത്? VP മേനോൻ. ഈ ക്വസ്റ്റ്യൻ LDCക്ക് വന്നില്ലേ? ഒരു പോയിൻ്റ് LDCയിലുണ്ട്. VP മേനോനെ കുറിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുവാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി ആരാണ്? VP മേനോൻ. 1946 നാവികകലാപം 46 നാവികകലാപം ആരംഭിച്ച സ്ഥലം എവിടെയാണ്? ബോംബെയാണ്. 46 നാവികകലാപം ബോംബെയാണ്. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം 31. 1931 ഭഗത് സിംഗിനെ തൂക്കിലേറ്റുന്നത്. നെക്സ്റ്റ് വൺ, കേരളത്തിലെ കിഴക്കൊടുക്കുന്ന നദികളിൽ ഭവാനി ഏത് നദിയുടെ പോഷക നദിയാണ്? ഭവാനി ആരുടെ പോഷക നദിയാണ്? ആരുടെയാണ്? കാവേരി അല്ലേ. കാവേരിയുടെ പോഷക നദിയാണ്. നമുക്കറിയാം ഭവാനി അല്ലേ. കിഴക്കോട്ട് നമുക്ക് 3 അറിയാം. കബനി, പിന്നെ ഭവാനി അറിയാമല്ലോ, പാമ്പാറും അറിയാവുന്നതാണ്. സൈലൻറ്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? സൈലൻറ്റ് വാലി പാലക്കാട്. കേരളത്തിൽ കായിക ദിനമായി ആചരിക്കുന്ന എന്നാണ്? ഒക്ടോബർ 13 അല്ലേ. ഇപ്പം നമ്മുടെ ഒളിമ്പിക്സൊക്കെ പാരീസിലൊക്കെ നടന്നപ്പോൾ ഓർത്തിരിക്കുക, കായിക ദിനം ഒക്ടോബർ 13 കേട്ടോ. 13 ഡേറ്റ് ഓർത്തിരിക്കുക, 13. കേരളത്തിലെ ഇപ്പോഴത്തെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി, മത്സ്യബന്ധമായിട്ട് ബന്ധപ്പെടുന്ന മന്ത്രി ആരാണ്? സജി ചെറിയാൻ അല്ലേ. അദ്ദേഹത്തിന് 2 വകുപ്പുകളുണ്ട് അല്ലേ. സാംസ്കാരികവുമുണ്ട്, മത്സ്യബന്ധന ഫിഷറീസ് വകുപ്പുമാണ്. മത്സ്യബന്ധന വകുപ്പ് മന്ത്രിയുമാണ്. താഴെ പറയുന്ന ഏത് ജില്ലയിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ച് കിടക്കാത്തത് അല്ലേ? കൊല്ലത്താണ് ഇല്ലാതെ, ബാക്കി ആലപ്പുഴ, എറണാകുളം, കോട്ടയം ഭാഗങ്ങളിലാണ് വേമ്പനാട്ട് കായൽ കിടക്കുന്നത് അല്ലേ. വേമ്പനാട്ട് കായൽ, ആലപ്പുഴ, എറണാകുളം, കോട്ടയം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഏതാണ്? മൂലമറ്റം. ഭൂഗർഭം മൂലമറ്റം. റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആരാണ്? കേരളം തന്നെയാണ്. പശ്ചിമഘട്ടത്തെ ഏറ്റവും വലിയ ചുരം ഏതാണ്? പാലക്കാട് ചുരം. ഏറ്റവും വലിയ ചുരം അല്ലേ, പാലക്കാട് ചുരമാണ്. പശ്ചിമഘട്ട ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ്. ഇനി കേരളത്തിൻ്റെ വ്യവസായ തലസ്ഥാനം ഏതാണ്? വ്യവസായ തലസ്ഥാനം എന്ന് പറയുമ്പോഴത് എറണാകുളം. ധാരാളം ബിൽഡിങ്സുകളും ഒക്കെ ഉണ്ടെന്ന് ഓർത്തിരുന്നാൽ മതി, കിട്ടും. കേരളത്തിലെ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട തടാകം. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമാകുന്ന പ്രധാന പോഷക ഘടകം എന്താണ്? പ്രോട്ടീൻ, മാംസ്യങ്ങളല്ലേ. നമ്മുടെ പാലും മുട്ടയും ഇറച്ചിയും കഴിക്കുമ്പോഴെന്തുണ്ട്? എന്തുണ്ട്? പ്രോട്ടീൻസ് അല്ലെങ്കിൽ മാംസ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡി വളരുന്നല്ലേ, കുട്ടികൾക്ക് കൊടുക്കേണ്ട. അപ്പം വളരുന്ന പ്രായത്തിൽ നമ്മൾ കൊടുക്കേണ്ട അത്യാവശ്യമാണ് എപ്പോഴും. എങ്കിൽ കോശങ്ങൾ വിഭജിച്ച് പുതിയ കോശം ഉണ്ടായി ബോഡി വളരുകയുള്ളൂ അല്ലേ. അങ്ങനെ പ്രോട്ടീൻ. ഈ ധാന്യം എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് പെട്ടെന്ന് എനർജി കിട്ടുന്നതല്ലേ, ഊർജ്ജം കിട്ടുന്ന അല്ലേ. കഴിക്കുന്നു, നമുക്ക് വണ്ണമൊക്കെ തോന്നിക്കും. പക്ഷേ പ്രോട്ടീൻ ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും തോന്നിക്കുന്ന ആരാണ്? പ്രോട്ടീനാണ്. വണ്ണം ഈ ഗ്ലൈക്കോജനൊക്കെ അടിയുമ്പോഴത്തെ വണ്ണം തോന്നിക്കുന്ന ധാന്യമൊക്കെ വെക്കാം അല്ലേ. ഗ്ലൂക്കോസ് കൺവേർട്ട് ചെയ്ത് ഗ്ലൈക്കോജനാക്കി മാറ്റും. ത്വക്കിന് വേണ്ടി നമുക്ക് ഇച്ചിരി വണ്ണമൊക്കെ തോന്നിക്കും. പക്ഷേ എങ്കിൽ പ്രോട്ടീൻ എന്തിനു വേണം? നമുക്ക് ശരീരം നിർമ്മിക്കാനും അതുപോലെ എന്ത് വേണം? വളർച്ചയ്ക്കും ആവശ്യമുണ്ട് അല്ലേ. മനുഷ്യരുടെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരളാണ് ഏറ്റവും വലിയ ഗ്രന്ഥി അല്ലേ.
നെക്സ്റ്റ് വിറ്റമിൻ ഡിയുടെ അഭാവത്തിലുണ്ടാകുന്ന രോഗം ഏതാണ്? കണാരോഗം അല്ലേ. കണരോഗം വിറ്റമിൻ ഡി അഭാവത്തുണ്ട്. കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്നാണ് പറയുക, റിക്കറ്റ്സ് എന്ന് പറയും വൈറ്റമിൻ ഡി അഭാവം. അപ്പോൾ കാൽസ്യം കൂടെ വേണം അങ്ങനെ അബ്സോർവ് ചെയ്യത്തുള്ളൂ അല്ലേ. വൈറ്റമിൻ സിയും കൂടെ വന്നെങ്കിലേ വൈറ്റമിൻ ഡി അബ്സോർവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. വൈറ്റമിൻ സി ഉണ്ടെങ്കിൽ മാത്രമേ വൈറ്റമിൻ ഡി അബ്സോർവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു കണക്ഷൻ അവർ തമ്മിലുണ്ട്. സോ കണയാണ് വൈറ്റമിൻ ഡിയുടെ അഭാവത്തിലുണ്ടായ രോഗം. എന്താ പറയുക അതിന്? സ്കർവി, സി അല്ലേ. അനീമിയ, ബ്ലഡില്ലാത്തത്, നമ്മുടെ ഇരുമില്ലാത്ത കുറവ്, ഗോയിറ്റർ, തൈറോക്സിൻ്റെ കുറവ് അറിയാമല്ലോ. മലമ്പനിക്ക് കാരണമായ രോഗാണു ഏതാണ്? പ്രൊട്ടോസോവയാണ് മലമ്പനിക്ക് അല്ലേ. തുള്ളൽപ്പനി. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന കേരളത്തിൻ്റെ പദ്ധതി ഏതാണ്? 18 താഴെ ഏതാണ്? താലോലം. ചാവക്കാട് ഓറഞ്ച് തെങ്ങാണ്. പക്ഷിശൃംഖലയിലെ ആദ്യ കണ്ണി ആരാണ്? ഹരിതസസ്യങ്ങളായിരിക്കും അല്ലേ. പക്ഷിശൃംഖല എന്ന് പറയുമ്പോൾ ആദ്യം ഉൽപ്പാദകർ അല്ലേ. ഉൽപ്പാദകർ താഴേന്ന് വരും. ഉൽപ്പാദകർ, ദെൻ ഉപഭോക്താക്കൾ കഴിക്കുന്നവർ, ദെൻ വിഘാടകരാണ് വരിക. ഉൽപ്പാദകരാണ് ശരിക്കും ആര്? ഹരിതസസ്യങ്ങൾ എന്ന് പറയും അല്ലേ. അവരാണ് കാർബൺ ഡൈ ഓക്സൈഡും ജലവും സൂര്യപ്രകാശമൊക്കെ വെച്ചിട്ട് ചെടിയിൽ വെച്ചിട്ട് ഹരിതം ഉപയോഗിച്ച് ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് ഉണ്ടാക്കുന്നത് ഇലകളാണ്. അപ്പോൾ ഹരിതസസ്യങ്ങളാണ് അവർ. എങ്കിൽ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അവരെ കഴിക്കുന്നില്ലേ. അവരെ കഴിക്കുന്ന 2 സസ്യഭോജികളല്ലേ. സസ്യഭോജികളുണ്ട്, അവരെ മാംസഭോജികൾ കഴിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അവരെല്ലാം എന്തെങ്കിലും വരുന്നുണ്ട്? ഉപഭോക്താക്കൾ. അപ്പോൾ പ്രാഥമികമായി ആദ്യം കടന്ന ആരാണ്? ഉൽപ്പാദകരാണ് അല്ലേ. അവരാണ് ആര്? ഹരിതസസ്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് വൺ വരിക. വിഘാടകർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് അല്ലേ? ആഹാരം ഈ നമ്മൾ മരിച്ചു കഴിയും അല്ലെങ്കിൽ ഒരു വസ്തു ജീവനില്ലാതെ കഴിയുമ്പോൾ അതിനെ വിഘടിപ്പിക്കുന്നതാണെന്ത്? അത് സഹായിക്കുന്ന ഫംഗസുകളും ബാക്ടീരിയകളും ഒക്കെയാണ്. ഓക്കെ, അതാണ് വിഘാടകർ. നെക്സ്റ്റ് തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI ഇവിടെയാണ് കാസർഗോഡ് അല്ലേ. തോട്ടവിള കാസർഗോഡ്. ജൈവവിശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണോട് ചേർക്കുക സൂക്ഷ്മജീവികളാണ് ആര്? വിഘാടകർ അല്ലേ. വിഘാടകരവരാണ്. തടുത്തിരിക്കുന്ന നെല്ലിന് ഏതാണ്? അന്നപൂർണ്ണ. അറ്റോമിക് സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ജോൺ ഡാൾട്ടൺ. ഇരുമ്പിൻ്റെ അയിര് ഹേമറ്റൈറ്റ്. ആൽക്കലി ലോഹമല്ലാത്ത ഏതാണ്? അലൂമിനിയം. ഹരിതഗൃഹ പ്രവാഹത്തിന് കാരണമല്ലാത്ത വാതകം ഏതാണ്? കാർബൺ മോണോക്സൈഡ് അല്ലേ. കാർബൺ മോണോക്സൈഡ് CO ആണ്, പക്ഷേ അത് വിഷവസ്തുവാണ്. ശ്വസിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോകും കേട്ടോ. അമിതകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ശ്വാസമുട്ടലുണ്ടാവുകയൊക്കെ ചെയ്യും. CO കാർബൺ മോണോക്സൈഡ്. വാഹനങ്ങളിൽ നിന്നൊക്കെ പുകയിലൊക്കെ എന്തുണ്ട്? CO കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. ഇനി ഹൈഡ്രജൻ്റെ ഇവിടെ ചോദ്യം എന്താ? ഹരിതഗൃഹ പ്രവാഹത്തിന് കാരണമല്ലാത്ത ഈ CO2 ചൂട് കൂടുക അല്ലേ. ആഗോളതാപനം ഒക്കെയാണ്. ചൂട് കൂടുന്നു, ആഗോളതാപനത്തിലേക്ക് എത്തുന്നതാണെന്ത്? ഹരിതഗൃഹ പ്രവാഹം എന്ന് പറയുക. അപ്പോൾ അതിന് കാരണം CO2 ആണ്. CO2 കൂടുമ്പോൾ ചൂട് കൂടുന്നുണ്ട്. ഓസോണും ഒരു കാരണമാണ് അല്ലേ. അൾട്രാവയലറ്റ് രശ്മികൾ അകത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതും മനുഷ്യന് ഹാനികരമാണ്. മീഥേനും ഉണ്ട്. അപ്പോൾ CO എന്ന് പറയുമ്പോഴെന്താ? പുകയാണ്. പുകയിൽ CO ശ്വസിച്ചാലും എന്താണ്? കൂടിയ സംഭവിക്കുന്നതായിരിക്കും. ഇതില്ലെങ്കിൽ പോലും ബാക്കി എന്ത് സംഭവിക്കാം? ശ്വാസം മുട്ടലുണ്ടാവും അല്ലേ. ശ്വാസം മുട്ടി മരിച്ചു പോകാൻ കാരണം വന്നിട്ട്. അതുകൂടി ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് അല്ലാത്തത് ഏതാണ്? ടെലൂറിയമാണ്. പ്രോട്ടീയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം അല്ലേ. 1, 2, 3 ട്രിഷ്യം. ടെലൂറിയമാണ് അല്ലാത്തത്. ഓക്കെ, നെക്സ്റ്റ് വൺ. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണതാണ് ഓറിയോൺ. വേട്ടക്കാരൻ. കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപസംപ്രേഷണം ഏതാണ്? സംവഹനമാണ് അല്ലേ. കരക്കാറ്റിനും കടൽക്കാറ്റിനും. 1-ാം വർഗ ഉത്തോലകം കത്രികയാണ്. പ്രകാശത്തിൻ്റെ പ്രകീർണനത്തിന് കാരണം അപവർത്തനമാണ്. ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? കമ്പനം എന്നാണ് കേട്ടോ. നെക്സ്റ്റ് വൺ നോക്കാം. 144/2023 നോക്കാം. വേഗം നോക്കാം. സ്വാതന്ത്ര്യ സമര കാലത്ത് ഗാന്ധിജി സത്യാഗ്രഹം നടത്തിയത് എവിടെ വെച്ചാണ്? ദണ്ഡി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാനിടയാക്കിയ യുദ്ധങ്ങൾ ഏതൊക്കെയാണ്? പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവും. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവ എന്താണ്? സെൻസസ് ആണ് അല്ലേ. പോലീസും പൊതുജനാരോഗ്യവും പൊതുഗതി എന്താണ്? സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നില്ലേ. ഇത് 3 എവിടെയാണ്? സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നത്. നമുക്ക് ലിസ്റ്റ് പഠിക്കാനുണ്ട്. സെൻസസ് എവിടെയാണ്? യൂണിയൻ ലിസ്റ്റ് വരുന്നതാണ്. ഓക്കെ, നീരജ് ചോപ്ര ഏത് കായികവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജാവലിൻ ത്രോ. കുറ്റം ചെയ്യാതെയും ചുമത്താതെയും വിചാരണ കൂടാതെ ഏതൊരാളെയും ജയിലിലടയ്ക്കാൻ ഗവൺമെൻറ്റിനെ അധികാരപ്പെടുത്തിയ എന്താണ്? റൗലറ്റ് ആക്റ്റാണ്. കുറ്റം ചുമത്താതെയും വിചാരണ കൂടാതെയും ഏതൊരാളിനെയും ജയിലിലടയ്ക്കാൻ ഗവൺമെൻറ്റിനെ അധികാരപ്പെടുത്തിയ നിയമം എന്താണ്? റൗലറ്റ് ആക്ട് എന്നാണ് പറയുക. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണം എന്താണ്? ചൗരി ചൗര സംഭവമാണ്.
പഴശ്ശിരാജ്യവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഇല്ലേ? പഴശ്ശിരാജ് നമുക്ക് നോക്കാം. മലബാർ പ്രദേശത്ത് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. പഴശ്ശിരാജാവ് ഒളിപ്പോരിൽ പ്രഗത്ഭനായിരുന്നു. ബ്രിട്ടീഷ് അധികാരികളെ വെല്ലുവിളിച്ചു. ഓക്കെ. ഇന്ത്യയിൽ ആദ്യം വന്ന യൂറോപ്യർ ആരായിരുന്നു? പോർച്ചുഗീസുകാർ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടറി ക്യാപ്റ്റൻ ആരാണ്? AK ഗോപാലൻ. അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് എന്നാണ്? വെങ്ങാനൂരിൽ നിന്നാണ് വില്ലുവണ്ടി യാത്ര നടത്തിയിട്ടുള്ളത്. ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. 8ാം പട്ടികയിൽ എന്താണത്? ഭാഷകൾ അല്ലേ? ഭാഷകളാണ് 8ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഭാഷകളാണ്. ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മതസാമൂഹിക പ്രസ്ഥാനം എന്താണ്? ബ്രഹ്മസമാജം, രാജാറാം മോഹൻ റോയ് അല്ലേ? ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയുടെയാണ്. കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ്. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കരണത്തിൻ്റെ കർഷകർ നടത്തിയ സമരം അതാണ്? പുന്നപ്ര വയലാർ സമരം. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കരണമാണ്. യുഗപുരുഷൻ എന്ന ചലച്ചിത്രം ആരുടെ ജീവിതകഥ? ശ്രീനാരായണ ഗുരു. യുഗപുരുഷൻ ശ്രീനാരായണ ഗുരു. ഓക്കെ. തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 17 അല്ലേ? അയിത്തം 17. 21 വിദ്യാഭ്യാസം അറിയാമല്ലോ. ഇത് ന്യൂനപക്ഷം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് B.R. അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്താണ്? ഭരണഘടന പ്രതിപദിക്കുള്ള അവകാശം. അംബേദ്കർ പറഞ്ഞെന്താണ്? ഭരണഘടന പ്രതിപദിക്കുള്ള അവകാശമാണെന്ത് ആമുഖത്തിൽ വരേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ആര്? ഡോക്ടർ B.R. അംബേദ്കർ. പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പ്രാഥമിക മേഖലയിൽ ഏതാണ് വരാത്തത്? വ്യവസായം അല്ലേ? ബാക്കി കൃഷി, മത്സ്യബന്ധനം, ഖനനവുമൊക്കെ എന്താണ്? കുഴിച്ചെടുക്കുന്നില്ലേ ഖനനം? അതെല്ലാം എന്താണ്? പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നവയാണ്. നെക്സ്റ്റ് വൺ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി 1975 ഇന്ദിരാഗാന്ധി ആരംഭിച്ച പരിപാടിയാണ് 20 പരിപാടി. എന്താണത്? 20 പരിപാടി. 75 ഇന്ദിരാഗാന്ധിയുടെ ആണെന്ത്? 20 പരിപാടി. 2022 മാനവ വികസന സൂചിക സ്ഥാനം 132. ചെറുകിട വ്യവസായ ബന്ധപ്പെട്ട അതിൽ പെടാത്തത് ശരിയായത് ഏതാണ് അല്ലേ? ചെറുകിട വ്യവസായ ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെയാണ്? 1, 2, 3, 4 എല്ലാം ഉണ്ടല്ലേ? കുറഞ്ഞ മൂലധനം, പരിസ്ഥിതി സൗഹാർദ്ദം, ഇറക്കുമതിയെ വലിയ തോതിൽ ആശ്രയിക്കേണ്ടി വരുന്നില്ല, കാർവേ കമ്മിറ്റി. ചെറുകിട വ്യവസായം കൊണ്ടുള്ള ഗുണങ്ങളാണ് ശരിക്കും അല്ലേ? കുറഞ്ഞ മൂലധനം മതി, പരിസ്ഥിതി സൗഹാർദ്ദമാണ്, ഇറക്കുമതിയെ വലിയ തോതിൽ ആശ്രയിക്കേണ്ടി വരുന്നില്ല, കാർവേ കമ്മിറ്റി സപ്പോർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുവാൻ 1948 നിയമിച്ച കമ്മീഷനാണ് ഡോക്ടർ S. രാധാകൃഷ്ണൻ കമ്മീഷൻ. വിശന്നിരിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകുന്ന വിശപ്പ് രഹിത നഗരം ഏതാണ്? കേരളത്തിലെ ആദ്യ നഗരം ഏതാണ്? കോഴിക്കോട്. തൃതീയ മേഖല സാഹിത്യ നഗരം കോഴിക്കോട് അല്ലേ? തൃതീയ മേഖല ഏതാണ്? സേവന മേഖല. മതികെട്ടൻ ചോല. ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? ഉടുമ്പൻ ചോല. പശ്ചിമഘട്ടത്തിൻ്റെ ആനമല കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഭാരതപ്പുഴ. പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്നും ഏതാണ്? ഭാരതപ്പുഴയാണ് വരുന്നത് അല്ലേ? പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്നും ഭാരതപ്പുഴ ഇറങ്ങി വരുന്നു. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനും ചെങ്കൽ മണ്ണില്ലേ? ചുവപ്പ് നങ്ങോർത്താൽ മതി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണെന്താണ്? ചെങ്കൽ മണ്ണ്. 19 ആഗസ്റ്റ് മാസം മലപ്പുറം ജില്ലയിലെ കവളപ്പാറിലുണ്ടായ പ്രകൃതി ദുരന്തം എന്തായിരുന്നു? ഉരുൾപൊട്ടലായിരുന്നു. പത്മശ്രീ ലഭിച്ച കേരളത്തിലെ ആദ്യ കായിക താരം MT വത്സമ്മ. തട്ടേക്കാട് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? കോതമംഗലം. ഇനി കേരള സർക്കാർ ആവിഷ്കരിച്ച ശുചിത്വ സാഗരം സുന്ദര തീരം പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? തീരപ്രദേശങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കുക. ലക്ഷ്യം എന്താണ്? തീരപ്രദേശങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കുക. ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? എറണാകുളം അല്ലേ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റിയുള്ള ജില്ല എറണാകുളം. 2015 കേരള സർക്കാർ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച പ്രകൃതി ദുരന്തം എന്തായിരുന്നു? സവിശേഷ ദുരന്തം ഏതാണത്? ഇടിമിന്നലാണത്. ജലാശയങ്ങൾ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്നതിന് കേരള സർക്കാർ ആവിഷ്കരിച്ച തെളിനീരൊഴുകും നവകേരളം ക്യാമ്പയിൻ ആരംഭിച്ചത് ഏത് വകുപ്പിൻ്റെ കീഴിലാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. തെളിനീരൊഴുകും നവകേരളം ഏതാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് അല്ലേ? നെക്സ്റ്റ്, കേരളത്തിൽ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്ന കായൽ ആക്കുളമാണ്. ആക്കുളം നീർത്തട
പുനരുജ്ജീവന പദ്ധതി ആക്കുളം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം ദാമൻ. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏതാണ്? ദാമൻ അല്ലേ. പടിഞ്ഞാറൻ തീരം അല്ലേ. ഇന്ത്യ വരയ്ക്കുന്ന കേട്ടോ, ഇത് പടിഞ്ഞാറ് അല്ലേ, കിഴക്ക് പടിഞ്ഞാറ്. ദാമൻ ദിയു ഒക്കെ ഓർമ്മയില്ല ഇവിടെയൊക്കെ. നെക്സ്റ്റ് വൺ, ചുവടെ കൊടുത്തിരിക്കുന്ന നർമ്മദ നദിയുടെ പ്രധാനപ്പെട്ട അവയിൽ ശരി ഏതാണ്? നർമ്മദയെക്കുറിച്ചുള്ള ശരി 1ഉം 2ഉം ശരിയാണ് അല്ലേ. 1 എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? അമീർ ഖണ്ഡക് പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് നർമ്മദ. അമീർ ഖാൻ അല്ലേ. അമർ ഖണ്ഡക് പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് നർമ്മദ. നർമ്മദ നദി പടിഞ്ഞാറേക്കൊഴുകി അറബിക്കടലിൽ പതിക്കുന്നു. നർമ്മദ പടിഞ്ഞാറേക്കൊഴുകി അറബിക്കടലിൽ പതിക്കുന്നു. അമർ ഖണ്ഡക് പീഠഭൂമി, നർമ്മദ പറയുമ്പോൾ അമർ ഖണ്ഡക് പീഠഭൂമി പറയാം, പിന്നെ പടിഞ്ഞാറെന്നുള്ള സംഭവം നമുക്ക് ഓർത്തിരിക്കുക. ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം ഏതാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഓർത്തിരിക്കുക കേട്ടോ. ചുവടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് സംസ്ഥാനത്തെ തലസ്ഥാനം? ഇറ്റാനഗർ ഇതാണ് അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം, രണ്ടാമത് സംസ്ഥാനം ഏതാണ്? സെക്കൻഡ് സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. 14 ജൂൺ രണ്ടാം മാസം അല്ലേ, ജൂൺ മാസം 2014 ജൂൺ മാസം 2 ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ സംസ്ഥാനം തെലുങ്കാന. 29 അല്ലേ, എത്രയാണ്? 29 തെലുങ്കാന വന്നു. ഇന്ത്യയുമായി ഏറ്റവും നീളം കൂടിയ അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശാണ്. ആകാശ നിറത്തിന് കാരണം, നീലനിറം എങ്ങനെ വരുന്നു? വിസരണമാണ് കാരണം അല്ലേ. നീലനിറത്തിന് കാരണം വിസരണമാണ്. ഏത് മൂലകത്തെ ഏറ്റവും നമ്പറാണ്? 100. ഫെർമിയം. ബിഗ് ഇഞ്ച് ഏത് രാജ്യത്തെ? പെട്രോളിയം പൈപ്പ് ലൈനാണ്, USA ബിഗ് ഇഞ്ച് ഈസ് USA. ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് ചെന്നൈയിലാണ്. ഇന്ത്യയിലെ ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? 1ഉം 3ഉമാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. 1956 കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനമാണെന്ത്? ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ, LIC, ഇൻഷുറൻസ് കമ്പനികൾ, ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്നിവ എന്നീ പട്ടികയിൽപ്പെടുന്നു. ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ്? LIC, ഇൻഷുറൻസ് കമ്പനികൾ, ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്നിവ എന്താണ്? ഈ പട്ടികയിൽ വരുന്നതാണ്. 1956 കമ്പനി നിയമപ്രകാരം അവിടെ രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങളാണ്. ഏതാണത്? ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലേ. ഇതാണ് പണം ഇടപാട് ബാങ്കിങ് നമുക്കൊന്നും കുറച്ച് ദഹിക്കാൻ ബുദ്ധിമുട്ടാണ്, അപ്പോൾ ഒന്ന് ഇരുത്തി പഠിക്കണം. 56ഉം LICയും ഒക്കെ വരുന്നുണ്ടെന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ, 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാത്ത രാജ്യം ഏതാണ്? ചിലിയാണ്. USA, കാനഡ, മെക്സിക്കോ 26 ഫുട്ബോൾ ലോകകപ്പ് കൂടി എന്ന് ഓർത്തിരിക്കുക. USA, മെക്സിക്കോ, കാനഡ ഒന്നിച്ച് ഓർക്കുക. വേണ്ടാത്തത് നമുക്ക് എന്താണ്? ചിലിയായിരുന്നു. താഴെ പറയുന്നവയിൽ ജപ്പാനിൽ രൂപപ്പെട്ട മതം എന്താണ്? ഷിൻഡോ മതം. കർണാടക സംഗീതത്തിൽ രാത്രിയിൽ ആലപിക്കുന്ന രാഗം ഏതാണ്? നീലാംബരിയാണ്. ഇന്ത്യ എൻ്റെ പ്രണയവിസ്മയം മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിൻ്റെയാണ്. വിറ്റമിൻ സിയുടെ കുറവുണ്ടാകുന്ന രോഗം സ്കർവിയാണ്. ബെറിബെറി ആരാണ്? B1 അല്ലേ. B1 ആണ് തയാമിൻ. മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഭാഗമായ സെറിബ്രത്തെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? 2ഉം 3ഉം മാർക്ക് അല്ലേ. മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഭാഗമായ സെറിബ്രം, ഏറ്റവും വലിയ ഭാഗം അല്ലേ സെറിബ്രം, വലിയ ഭാഗം അല്ലേ, വലിയ ഭാഗമാണ് സെറിബ്രം. ഇതാണ് സെറിബ്രം, വലിയ ഭാഗം. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രമാണ്. ഐച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കും അല്ലേ. ഇഷ്ടമുള്ള പ്രവർത്തനങ്ങളെ അത് നിയന്ത്രിക്കുന്നു. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രമാണ്. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നവരാണ് സെറിബ്രമാണ്. അടുത്തത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നു, കാസർഗോഡ്. ഹരിതഗൃഹവാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. മെനിഞ്ചൈറ്റിസ് എന്ന രോഗം മനുഷ്യശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? തലച്ചോറിനെയാണ് ബാധിക്കില്ലേ. തലച്ചോറെന്ന് പറയുമ്പോൾ നമ്മുടെ സെറിബ്രം വരുന്ന ഭാഗം മൊത്തമില്ലേ, അതിൽ 2 പാളിയില്ലേ, 2 പാളിയുണ്ട്. മെനിഞ്ചസ് എന്ന് പറയുമ്പോൾ 2 പാളി സ്ഥലമാണിത്. ഒരു പാളിയില്ല, പുറത്തെ പാളിയുമുണ്ട്, അകത്തെ പാളി. ഇതിനിടയ്ക്ക് ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ഇവിടെ ഫ്ലൂയിഡ് ആണെങ്കിൽ അല്ലേ, മെനിഞ്ചസിൻ്റെ ഫ്ലൂയിഡ് അല്ലേ, എന്ന് വെച്ചാൽ തലയിലേക്കുള്ള ആഘാതങ്ങൾ ഏൽക്കാതിരിക്കാനൊക്കെ ഉള്ള ഫ്ലൂയിഡ് ഉണ്ട് അവിടെ.
അപ്പോൾ ആ ഫ്ലൂയിഡിനെ ബാധിക്കുന്ന രോഗമാണ് ശരിക്കും എന്താ മെനിഞ്ചൈറ്റിസ്. അവിടെ കിടന്ന ഇൻഫെക്ഷൻസ് ആവുന്നതാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുക. ഇനി ഐക്യരാഷ്ട്രസഭയുടെ 27ാമത് കാലാവസ്ഥ ഉച്ചകോടി ഏത് രാജ്യമാണ് ആദ്യം വയ്ക്കുക? ഒന്ന് നോക്കി നോക്കുക അല്ലേ. 27ാമത് കാലാവസ്ഥ ഉച്ചകോടി ഏതാണ്? ആതിഥേയത്വം വഹിക്കാരാണ് ഈജിപ്റ്റാണ്. 27th കാലാവസ്ഥ ഉച്ചകോടി ഈജിപ്റ്റിനെ ഓർത്ത് വെച്ചേക്കുക. ഏതാണ്? ഐക്യരാഷ്ട്രസഭയുടേത് ഈജിപ്റ്റിനെ ഓർക്കുക. 22 ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയെ പ്രഖ്യാപിച്ച രോഗം 22 ഏതായിരുന്നു? മങ്കി പോക്സ്. സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടർ ഉപയോഗിക്കുന്ന എന്താണ്? കോൺവെക്സ് ദർപ്പണമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് വസന്തത്തിൻ്റെ തടാകം എന്നറിയപ്പെടുക? ലാക്കസ് വെറിസ് തടാകം. ജലത്തിൻ്റെ സാന്ദ്രത 1000 kg/m3. മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ ഊർജ്ജമാറ്റം എന്താണ്? വൈദ്യോർജ്ജം രാസോർജ്ജമായി സംഭരിക്കപ്പെടും നമ്മുടെ മൊബൈലിലേക്ക്, ബാറ്ററിയിലേക്ക്. സ്വാഭാവിക റബ്ബറിൻ്റെ ഗുണങ്ങൾ മെച്ചപ്പെടുത്താനായി ചേർക്കുന്ന വാതകം പദാർത്ഥം എന്താണ്? സൾഫറാണ്. റബ്ബറിൻ്റെ കറയെടുത്തതിന് ശേഷമില്ല അതിങ്ങനെ എന്തായിരുന്നു ഷീറ്റുകളാക്കുന്നു. ആ സമയത്ത് റബ്ബർ പാലിലേക്ക് നമ്മൾ സൾഫറൊക്കെയാണ് ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇന്ത്യൻ സൈന്യം അടുത്തിടെ ആരംഭിച്ച ഗ്രീൻ സോളാർ എനർജി ഹാർനസ്റ്റിംഗ് പ്ലാന്റ് സിക്കിമിലാണ്. ഗ്രീൻ സോളാർ എനർജി ഹാർനസ്റ്റിംഗ് പ്ലാന്റ് സിക്കിമിലാണ്. ലോക ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ബഹിരാകാശ വിനോദയാത്രയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഒലിവർ ഡീമൻ. ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഇവിടുത്തെ ബഹിരാകാശത്തിൽ പോയല്ലേ, വിനോദയാത്രയിൽ പോയതിനകത്തൊന്നും ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ഒലിവർ ഡീമൻ. എല്ലാവർക്കും രക്തം ദാനം ചെയ്യാവുന്ന രക്ത ഗ്രൂപ്പ് അതാണ് O ഗ്രൂപ്പ് അല്ലേ. സാർവിക ദാതാവാണ് O ഗ്രൂപ്പ് അല്ലേ. അപ്പോൾ AB ഗ്രൂപ്പ് ആരാണ്? സാർവിക സ്വീകർത്താവാണ് AB ഗ്രൂപ്പ് അല്ലേ. സ്വീകർത്താവാണെന്ത്? AB ഗ്രൂപ്പ്. എയിലെ ആൻറ്റിജൻ Aയും ബിയിലെ ആൻറ്റിജൻ Bയും, അങ്ങനെയാണ് ഗ്രൂപ്പ് അറിയപ്പെടുക തന്നെ. ഇനി ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഇലക്ട്രോ കാർഡിയോഗ്രാം അല്ലേ. അവിടുത്തെ വൈദ്യുതരങ്ങളുണ്ടോ അല്ലേ, അവിടെ പർക്കിൻജി ഫൈബേഴ്സൊക്കെ ഇല്ലേ. ഈ ഹൃദയത്തിൻ്റെ സംഭവത്തിന് പർക്കിൻജി ഫൈബേഴ്സും കാണത്തില്ലേ, അതാണ് തരംഗമായിട്ട് നമ്മൾ മിടിക്കുമ്പോഴത്തേക്കിനും അവിടെ നിന്നുള്ള വൈദ്യുത പ്രവാഹം പോലുള്ള സംഭവങ്ങളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതാണ് പറയുന്നത്. ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഇതാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തനഷ്ടമുണ്ടാക്കുന്ന രോഗാവസ്ഥ എന്താണ്? ഹീമോഫീലിയ അല്ലേ. ജനറ്റിക് ഡിസോർഡർ, ജനിതക രോഗമാണെന്ത്? ഹീമോഫീലിയ. രക്തദാനവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന ശരിയായവ ഏതൊക്കെയാണ്? 2ഉം 3യും ശരിയായ പ്രസ്താവന. എന്തുമായിട്ടാണ്? രക്തദാനം അല്ലേ, ശരിയാണ്. അതൊക്കെയാണ് 18നും 60നും ഇടയിൽ പ്രായമുള്ളവർക്ക് രക്തം ദാനം ചെയ്യാം. ഗർഭിണികൾ, മുലയൂട്ടുന്നമ്മമാർ എന്നിവ ദാനം ചെയ്യരുത്. ആമാശയരസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഇതാണ്. ആമാശയത്തിൽ അടങ്ങിയത് ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലേ. ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ആമാശയത്തിൽ അടങ്ങിയിരിക്കുക. പ്രോട്ടീൻ്റെ ദഹനം ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? ആമാശയത്തിൽ വെച്ചിട്ടാണ്. ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് നിശാന്തത? വൈറ്റമിൻ എ അല്ലേ. ശരിയായ പ്രസ്താവന ഏതാണ്? എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവികൾ വൈറസുകളാണ്. അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് സിൻഡ്രോം അല്ലേ. എയ്ഡ്സ് അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണെന്ത്? എയ്ഡ്സ്. ചുവടെ കൊടുത്തിരിക്കുന്ന ഹോർമോണുകളിൽ ഏതിൻ്റെ അഭാവം മൂലമാണ് ഒരാളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയേക്കാൾ കൂടുതലാവാണ്? ഏതിൻ്റെ അഭാവമാണ് പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയേക്കാൾ കൂടുതലാവുക? ഇൻസുലിൻ്റെ അല്ലെ. ഇൻസുലിൻ്റെ ഹോർമോൺ അളവ് അതിൻ്റെ അഭാവം നിമിത്തമാണ് സാധാരണ നിലയേക്കാൾ കൂടുതലാവുക അല്ലേ. ഇൻസുലിനും ഗ്ലൂക്കോഗോണും ഉണ്ട്. അപ്പം അത് ഇൻസുലിൻ എന്ത് ചെയ്യുന്നുണ്ട്? സാധാരണ അളവിൽ ഇതിൻ്റെ കുറവ് വന്നാൽ, ഇൻസുലിൻ്റെ കുറവ് വന്നാൽ പഞ്ചസാരയുടെ അളവ് നമ്മുടെ ബോഡിയിൽ കൂടുതലായി നിൽക്കും. നെക്സ്റ്റ്, പാൻക്രിയാസ് എന്നുള്ള ഹോർമോൺ എന്താണ് അല്ലേ. ഇൻസുലിൻ ഗ്ലൂക്കോൺ അറിയാമല്ലോ അതൊക്കെ. ആൻറ്റിബയോട്ടിക്കായി പെൻസിലിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞരാണ് അലക്സാണ്ടർ ഫ്ലെമിങ്. ചില രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ നിന്ന് ശരിയായ ജോഡി ഇവിടെ ഏതാണെന്ന് നോക്കാം. ഒന്ന് ക്ഷയരോഗം, BCG അല്ലേ. ക്ഷയരോഗം BCG. ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് താഴെ കൊടുത്തിട്ടുള്ള റെഡ് റിബൺ
അടയാളം ആർക്കുണ്ട്? എയ്ഡ്സിനാണുള്ളത്. റെഡ് റിബൺ അടയാളം എയ്ഡ്സിനാണ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. ലോകാരോഗ്യ സംഘടന ആസ്ഥാനം ജനീവ. എത്രയായാലും മാറുന്ന പോലെ ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. ലോക ആരോഗ്യത്തിൻ്റെ പുതിയ ജീവൻ എന്നുകൂടി ഓർക്കാം. അപ്പോൾ ജനീവയ്ക്ക് കിട്ടും. പുതിയ ജീവൻ ജനീവ. ആരോഗ്യത്തോടെ പുതിയ ജീവൻ കൊടുക്കാം ജനീവ. COVID-19 കാരണമായ രോഗാണുക്കൾ വർഗത്തിൽപ്പെടുന്നവയാണ് COVID-19 വൈറസ്. അത് സ്പ്രെഡ് ചെയ്യുന്നത് കൊണ്ടല്ലേ. ബാക്കി മാത്സ്. So thank you for watching. Please subscribe me. Thank you.